അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, APS 1 വഹിബുൽ ഇസ്ലാം ആനുവൽ ഇവാലുവേഷൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. മാർച്ച് 2024 പേപ്പറാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യനുകൾ വരുന്നത് രണ്ട് രീതിയിലാണ്: ഇഖ്തിബാർ തഹരീരിയും ഇഖ്തിബാർ ഷഫഹിയും. തഹരീരി എന്ന് പറഞ്ഞാൽ റിട്ടൺ എക്സാമാണ്, ഷഫഹി എന്ന് പറഞ്ഞാൽ ഓറൽ എക്സാമാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നോക്കാം. നഖ്താറു വനുവാഫിഖു, യോജിച്ചവ തിരഞ്ഞെടുക്കാം എന്നുള്ളത്. അപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട കലാമുകൾ, വാക്യങ്ങൾ, അത് എത്രയാണ് എന്നുള്ളത് ഇവിടെ ഉണ്ട്. 3 അല്ലാഹുമ്മ റഹംന, ഒരു ദുആ ആണ്, അതിൻ്റെ ബാക്കി പുറത്തുണ്ട്. പിന്നെ ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ, തീർച്ചയായും ഞാൻ പൂർത്തീകരിക്കാൻ വേണ്ടി അയക്കപ്പെട്ടു. എന്ത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള അത് കാര്യം ഇവിടെ ഉണ്ട്. പിന്നെ അസ്സലാമു, അത് അള്ളാഹുവിൻ്റെ ഒരു പേരാണല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ പേര് എന്നുള്ളതിൻ്റെ അറബി വാക്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ മാച്ച് ചെയ്യാം? നമുക്ക് ഓരോ ഓപ്ഷൻ്റെയും ഓരോ ക്വസ്റ്റ്യൻ്റെയും പാഠഭാഗം നമുക്ക് ആദ്യം എടുത്തു നോക്കാം. അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. അപ്പോൾ ഒന്നാമത്തത് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് പറയുന്ന പാഠം പേജ് നമ്പർ 30 ആണ്. ശ്രദ്ധിക്കുക, പേജ് നമ്പർ 30. നുലാഹിദു വനഖുസു എന്നുള്ള പേജാണ്. നബിയെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വിവരണം, ചെറിയൊരു കഥ പറയുന്ന പേജാണ്. ഹബീബുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇവിടെ നബിയുടെ ഉപ്പയുടെ പേര് കൊടുത്തിട്ടുണ്ട് അബ്ദുല്ലാഹിബ്നു അബ്ദുൽ മുത്തലിബ്. ഇവിടെ നബി ജനിച്ച സ്ഥലം, നബിയുടെ നാടിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് മക്കത്തുൽ മുക്കറമ, മുക്കറമ എന്ന നാട്. ഇവിടെ അൽ അമീൻ നബിയുടെ മറ്റൊരു പേരാണ്, ജനങ്ങളെ നബിയെ വിളിച്ച ഒരു പേരാണ് അൽ അമീൻ, വിശ്വസ്തൻ എന്നുള്ളത്. പിന്നെ നുബുവത്ത് ഫീ അർബഊൻ, 40-ാം വയസ്സിൽ നബിയായി എന്നുള്ള കാര്യമാണിത്. അൽ വഫാത്ത് ഫീ 63, 63-ാമത്തെ വയസ്സിൽ വഫാത്തായി എന്നുള്ള കാര്യമാണിത്. അൽ ഹിജ്റത്ത് ഫീ 53, 53-ാമത്തെ വയസ്സിൽ ഹിജ്റ പോയി. പിന്നെന്നുള്ളത് റഹ്മത്തുൽ ലിൽ ആലമീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകർക്ക് അനുഗ്രഹമാണ് എന്നുള്ള കാര്യം. പിന്നെ അൽ മദീനത്തുൽ മുനവ്വറ, മദീന, പരിശുദ്ധമായ മദീന പട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയ നാടാണല്ലേ മദീന. പിന്നെ നബിയുടെ ഉമ്മയുടെ പേരാണ് കൊടുത്തിട്ടുള്ളത് ആമിന ബിൻത്ത് വഹാബ്, ആമിന ബിൻത്ത് വഹബ്. ഇതാണ്, ആമിനയാണ് നബിയുടെ ഉമ്മയുടെ പേര്. അപ്പോൾ ഇത് നമ്മളൊന്ന് നോക്കി മനസ്സിലാക്കിയൊക്കെ ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. നോക്കാം എന്താണ് ഉത്തരം എന്നുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇവിടെ ഉണ്ടോ നോക്കാം. അർബഉൻ, അത് ഇവിടെ ഇല്ല. മിൻ അസ്മാഇൽ ഹുസ്ന ഇവിടെ ഇല്ല. കാരിമുലില്ല. റഹ്മത്തിക്കില്ല. റഹ്മത്തുൽ ലിൽ ആലമീൻ അത് ഇവിടെ ഉണ്ട്, കണ്ടില്ല, റഹ്മത്തുൽ ലിൽ ആലമീൻ. അപ്പോൾ ഇതുപോലുള്ള പേജുകൾ നമ്മുടെ വഹിബുൽ ഇസ്ലാമിൻ്റെ കിതാബിൽ അങ്ങോളം ഉണ്ട്. അത് ആ പേജുകളൊക്കെ വായിച്ച് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ ചോദ്യം, അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, ഇതൊരു ഹദീസാണ്. ഇതിൻ്റെ ബാക്കി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഹദീസ് വരുന്ന പാഠം പേജ് നമ്പർ 16-ലാണ്. നമുക്ക് ആ 16-ാമത്തെ പേജ് എടുക്കാം. ഇവിടെ കണ്ടില്ലേ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ, അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യങ്ങൾ, പ്രിയപ്പെട്ട വാക്യങ്ങൾ 4 ആകുന്നു. അർബഉൻ ഇലല്ലാഹി അർബഉൻ, ഇതിൻ്റെ ബാക്കി അർബഉൻ എന്നാണ്. ഏതൊക്കെയാണത്? സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്,
വലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ. ഈ 4 വാക്യങ്ങളാണ് അള്ളാഹുലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട 4 വാക്യങ്ങൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഹദീസിൻ്റെ വാക്യമാണിത്, അഹബുൽ കലാമി ഇലല്ലാഹ്. ഇതിൻ്റെ വാക്യം ഇവിടെ ഉണ്ടോ നോക്കാം. ഇതിൻ്റെ വാക്യം എന്താണ്? ഇവിടെ അർബ എന്നാണ് അല്ലേ. അപ്പോൾ അർബാനും ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ അത് അങ്ങോട്ട് മാച്ച് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തത് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത് ഇങ്ങോട്ടേക്കാണ്. ഇനി അഹബുൽ കലാമി ഇലല്ലാഹ്, അത് അർബഉനാണ്. ഇനി എന്താണ് അടുത്തത്? അല്ലാഹുമ്മ ഹംനാ, അതൊരു ദുആ ആണ് അല്ലേ. ആ ദുആയുടെ പേജ് നമ്പർ എത്രയാ? 27 പേജ് നമ്പർ 27 ഇതവിടെ കണ്ടില്ലേ. അല്ലാഹുമ്മ റഹംനാ ബിറഹ്മതിക, നിൻ്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ. അപ്പോൾ അതിൻ്റെ വാക്യം എവിടെയാണ് വരുന്നത്? ബിറഹ്മതിക എന്നുള്ളത്. അല്ലാഹുമ്മ റഹംനാ ബിറഹ്മതിക. അപ്പോൾ ഇത് രണ്ടും എന്താക്കുക? മാച്ച് ചെയ്യും. പിന്നെ ഉള്ളത് ഇന്നമ ബുഇസ്തു ലി ഉതമ്മിമ, പേജ് നമ്പർ 26 അത് വരുന്നത്. പേജ് നമ്പർ 26 ഇതാണ്. ഇവിടെ കണ്ട ഇന്നമ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമുൽ അഖ്ലാഖ്, സൽ സ്വഭാവങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അയക്കപ്പെട്ടത്. അപ്പോൾ മകാരിമുൽ അഖ്ലാഖാണ് അതിൻ്റെ ബാക്കി അല്ലേ. അപ്പോൾ ഇന്നമ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമുൽ അഖ്ലാഖ് കണ്ടില്ലേ അവിടെ? മകാരിമുൽ അഖ്ലാഖ് കണ്ടില്ലേ? ഇനി അത് രണ്ടും എന്താക്കുക? യോജിപ്പിക്കുക. ഇനി അസ്സലാമു, അസ്സലാമു എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേരാണല്ലേ. പേജ് നമ്പർ 27 അസ്സലാമു എന്ന് കാണാം. അതിനെ തൊട്ട് ഹെഡിങ് ആയിട്ട് എന്താ കൊടുത്തിട്ട്? മിൻ അസ്മാ ഇല്ലാഹിൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ പേരിൽപ്പെട്ടതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഉത്തരം. കിതാബിൽ പറഞ്ഞിട്ടുള്ള എല്ലാ അസ്മാവും നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമ്മുടെ 1ാം ക്ലാസ്സിൻ്റെ APS 1ൻ്റെ വഹ്ബുൽ ഇസ്ലാമിൽ പറയപ്പെട്ട അള്ളാഹുവിൻ്റെ പേരുകളാണ് ഇതൊക്കെ. ഈ കിതാബ് നിങ്ങളിപ്പോൾ നോക്കുന്ന ഈ കിതാബ് APS 2ൻ്റെ വഹ്ബുൽ ഇസ്ലാമാണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് അർ റഹ്മാൻ മുതൽ അൽ അലീം വരെ കാണാം. ശരിക്കും നോക്കാം. അർ റഹ്മാനു, അർ റഹീമു, അൽ മലിക്കു, അൽ ഖുദ്ദൂസു, അസ്സലാമു, അൽ മുഅ്മിനു, അൽ മുഹൈമിനു, അൽ അസീസു, അൽ ജബ്ബാറു, അൽ മുതകബ്ബിറു, അൽ ഖാലിഖു, അൽ ബാരിഉ, അൽ മുസവ്വിറു, അൽ ഗഫാറു, അൽ ഖഹാറു, അൽ വഹാബു, അൽ റസാഖു, അൽ ഫത്താഹു, അൽ അലീമു. ഇത്രയുമാണ് നമ്മൾ വഹീബുൽ ഇസ്ലാം 1ാം ക്ലാസ്സിലെ അള്ളാഹുവിൻ്റെ പേരുകൾ പഠിക്കുന്നത്. അത് ശരിക്കും മനസ്സിലാക്കി വെക്കാം, കാരണം അത് വീണ്ടും ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ അസ്സലാമു എന്നുള്ളത് മിൻ അസ്മാ ഇല്ലാഹിൽ ഹുസ്ന. ഓക്കെ. ഇനി രണ്ടാമത്തത് നഖ്താറു ഷാദ, ഒറ്റപ്പെട്ടതിനെ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഇവിടെ 5 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോന്നിലും 4 ഓപ്ഷൻസ് ഉണ്ട്. ഈ 4 ഓപ്ഷൻസിൽ 3 എണ്ണം ഒരേ ടീമായിരിക്കും, ഒരേ ഗ്രൂപ്പായിരിക്കും. 1 മാത്രം ടീമിന് പുറത്തായിരിക്കും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അത് നമ്മൾ പാഠം നല്ലോണം വായിച്ച് മനസ്സിലാക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അത്തൗറാത്ത്, അൽ ഖുർആനുൽ കരീം, അൽ ഖാലിഖു, അസ്സബൂർ. ഇതിൽ 3 എണ്ണം അള്ളാഹുവിൻ്റെ കിതാബുകളാണ്. 1 അള്ളാഹുവിൻ്റെ പേരാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. എന്നിരുന്നാലും അള്ളാഹുവിൻ്റെ കിതാബുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കുതുബല്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങൾ 4 എണ്ണമാണ് അല്ലേ. 1 അത്തൗറാത്ത്, 2 അസ്സബൂർ, 3 അൽ ഇൻജീൽ, 4 അൽ ഖുർആനുൽ കരീം. ഈ 4 കിതാബുകളുമാണ് അള്ളാഹുവിൻ്റെ കിതാബ്. ഇതിൽ 3 എണ്ണമാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. തൗറാത്ത് വന്നിട്ടുണ്ട്, അൽ ഖുർആൻ അള്ളാഹിൻ്റെ കിതാബാണ്, സബൂർ അള്ളാഹിൻ്റെ കിതാബാണ്. ഈ ഖാലിഖ് എന്നുള്ളത് മാത്രം അള്ളാഹിൻ്റെ പേരാണ്. നമ്മൾ കുറച്ച് നേരത്തെ അള്ളാഹിൻ്റെ പേരുകൾ പഠിച്ചില്ലേ, അതിൽപ്പെട്ടതാണ്. അപ്പോൾ ഖാലിഖാണ് ഇവിടെ ഒറ്റപ്പെട്ടത്. രണ്ടാമത്തത് അൽ അമീൻ, മുൻകർ, അഹ്മദ്, റഹ്മത്തുല്ലിൽ ആലമീൻ. ഇതിൽ 3 എണ്ണം അൽ അമീൻ, മുൻകർ, അഹ്മദ്, റഹ്മത്തുല്ലിൽ ആലമീൻ എന്നതിലെ 3 എണ്ണം നബിയുടെ പേരാണ്. 1 മലക്കിൻ്റെ പേരാണ്. അപ്പോൾ മലക്കിൻ്റെ പേര് ഏതൊക്കെയാണ് മലക്കുകൾ എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. പേജ് നമ്പർ 43, പേജ് നമ്പർ 43 മലക്കുകളുടെ പേരുണ്ട്. മലക്കുകളുടെ പേര് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ജിബ്രീൽ അലൈഹിസ്സലാം ഇബ്ലാഗുൽ വഹി എത്തിച്ചു കൊടുക്കുന്ന പണിയുള്ള മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. മീകായിൽ അലൈഹിസ്സലാം ഇൻസാലുൽ മത്തരി വ ഇൻബാത്തു നബാത്ത്, മഴ വർഷിക്കുകയും മഴ ഇറക്കുകയും ചെടികളെ മുളപ്പിക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന മലക്കാണ് മീകായിൽ അലൈഹിസ്സലാം. ഇസ്രാഫിൽ അലൈഹിസ്സലാം അന്നഫ്ഖു ഫിസ്സൂരി യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സൂറിൽ ഊതുന്ന മലക്കാണ് ഇസ്രാഫിൽ അലൈഹിസ്സലാം. പിന്നെ അസ്രായിൽ അലൈഹിസ്സലാം ഖബ്ലുൽ അർവാഹ്, റൂഹിനെ പിടിക്കുന്ന മലക്കാണ്. മുൻകർ നക്കീർ അലൈഹിമുസ്സലാം 2 മലക്കാണ് അവിടെ ഉള്ളത്. എന്താണ് അവർ ചെയ്യുന്നത്? മഹാസബത്തുൽ മർഇ ഫിൽ ഖബരിഹി, ഖബറിൽ ഒരാൾ മരിച്ചാൽ അയാളുടെ ഖബറിൽ ചെന്നിട്ട് വിചാരണ ചെയ്യും, ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ റഖീബു അതീദ് അലൈഹിമുസ്സലാം 2 മലക്കാണ് കേട്ടോ. കിതാബത്തുൽ അഅ്മാലിൽ ബശരി, മനുഷ്യരുടെ നന്മ തിന്മകൾ എഴുതുന്ന മലക്കുകളുടെ പേരാണ് റഖീബ് അതീദ്. ഒരു മലക്ക് വലതു ഭാഗത്തുണ്ടാവും, ഒരു മലക്ക് ഇടതു ഭാഗത്തുണ്ടാവും. വലതു ഭാഗത്തുള്ള മലക്ക് നന്മകൾ എഴുതും, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എഴുതും. ഇടതു ഭാഗത്തുള്ള മലക്ക് നമ്മൾ ചെയ്യുന്ന തിന്മകൾ എഴുതും. അപ്പോൾ ഇതിലേത് മലക്കാണ് വലത് ഇടതെന്ന് പറയുന്നില്ല. മാലിക് അലൈഹിസ്സലാം അടുത്ത മലക്കിൻ്റെ പേരാണ് മാലിക് അലൈഹിസ്സലാം. എന്താണ് ആ മലക്ക് ചെയ്യുന്നത്? ഖാസിൽ ബാബിന്നാർ, നരകത്തിൻ്റെ കാവൽക്കാരനാണ്. നരകത്തിൻ്റെ കാവൽക്കാരനാണ് മാലിക് അലൈഹിസ്സലാം. പിന്നെ ദിൽവാൻ അലൈഹിസ്സലാം ഖാസിൻ ബാബിൽ ജന്ന, സ്വർഗത്തിൻ്റെ കാവൽക്കാരനാണ് ദിൽവാൻ അലൈഹിസ്സലാം. ഇങ്ങനെയാണ് മലക്കുകളുടെ പേര്. ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഏതെങ്കിലും മലക്കുകളുടെ പേരുണ്ടോ നോക്കാം. ഇവിടെ അൽ അമീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മലക്ക് നമ്മൾ പഠിച്ചിട്ടില്ല. മുൻകർ എന്നുള്ളൊരു മലക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. മുൻകർ എന്ന മലക്കിനെ പഠിച്ചിട്ടുണ്ട്. അഹ്മദ് എന്നുള്ള മലക്കിനെ പഠിച്ചിട്ടില്ല. റഹ്മത്തുലിൽ ആലമീൻ എന്നുള്ള മലക്കിനെ പഠിച്ചിട്ടില്ല. അപ്പോൾ മലക്ക് ഇതിൽ ആരാളുള്ളൂ? മുൻകർ അലൈഹിസ്സലാം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെ ആരാണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പേജ് നമ്പർ 30 നബിയുടെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അൽ അമീൻ ആരാണ്? നബിയാണ്. റഹ്മത്തുലിൽ, പിന്നെ അൽ അമീൻ കണ്ടില്ല ഇവിടെ, ഇത് ആരാണ്? ഇത് നബീനെ കുറിച്ചിട്ട് പറയുന്നതാണ്. പിന്നെ അഹ്മദ് നബിയുടെ പേരാണ്. പിന്നെ റഹ്മത്തുലിൽ ആലമീൻ അത് നബിയെക്കുറിച്ച് പറയുന്നതാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങൾ നബിയെക്കുറിച്ച് പറയുന്നതാണ്. ഒരാൾ മലക്കാണ്. ആരാണ് ആ മലക്ക്? മുൻകർ അലൈഹിസ്സലാം. ഇനി അടുത്ത ചോദ്യം 3. അൽ ജബ്ബാറു അൽ മുതകബ്ബിറു അൽ മുഹൈമിനു അൽ ഈമാൻ, ഇതിലെന്താ, ഏതാണ് ഒറ്റപ്പെട്ടത്? ഇതിൽ 3 അള്ളാഹുവിൻ്റെ പേരാണ് അല്ലേ. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അള്ളാഹിൻ്റെ പേരുകൾ. അള്ളാഹിൻ്റെ പേരുകളിൽ നമുക്ക് കാണാം, നമുക്ക് അൽ ജബ്ബാർ, അൽ മുതകബ്ബിർ, അൽ മുഹൈമിൻ എന്നുള്ള 3 പേരുകൾ നമുക്ക് കാണാം. നോക്കാം. അൽ ജബ്ബാർ എവിടെ? അൽ ജബ്ബാർ. പിന്നെ അൽ മുതകബ്ബിർ. അപ്പോൾ അൽ ജബ്ബാർ ഇവിടെ ഉണ്ട്, അൽ മുതകബ്ബിർ ഇവിടെ ഉണ്ട്. അതൊക്കെ അള്ളാഹിൻ്റെ പേരാണ്. പിന്നെ അൽ മുഹൈമിൻ എവിടെ? കണ്ട അൽ മുഹൈമിൻ. അപ്പോൾ ആദ്യത്തെ 3 അള്ളാഹിൻ്റെ പേരാണ്. അൽ ഈമാൻ അള്ളാഹിൻ്റെ പേരല്ല. ഇവിടെ നോക്കി ഇവിടെ കാണൂല. ഇവിടെ അൽ ഈമാൻ എന്ന് കാണൂല. അൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശ്വസിക്കൽ, വിശ്വാസം, ഓക്കെ, വിശ്വാസ കാര്യങ്ങൾ തുടങ്ങിയൊക്കെയാണ് ഈമാനിൻ്റെ അർത്ഥം. അപ്പോൾ ഈമാൻ എന്നുള്ളത് അള്ളാഹിൻ്റെ പേരല്ല. അപ്പോൾ അതാണ് ഒറ്റപ്പെട്ടത്. ഇനി 4-മത്തത് അവ്വലുൽ അംബിയ, ഒന്നാമത്തെ നബി. അബുൽ ബഷർ മനുഷ്യരുടെ പിതാവ്. ഖലീഫത്തുൻ ഫിൽ അർള്, ഭൂമിയിലെ അള്ളാഹുവിൻ്റെ ഖലീഫ. അൽ വുളു എടുക്കൽ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഏതാണ് ഒറ്റപ്പെട്ടതെന്ന്. എന്നാലും നമുക്ക് നോക്കാം. അവ്വലുൽ അംബിയാഇൻ്റെ പാഠം എടുത്ത് നോക്കാം കേട്ടോ. അപ്പോൾ അവ്വലുൽ അംബിയാഇൻ്റെ പാഠം ഇതാണ്, പേജ് നമ്പർ 55. ആദ നബി അലൈഹി ഇസ്ലാമിൻ്റെ പാഠമാണ് അല്ലേ. ആദ നബി അലൈഹി ഇസ്ലാമിൻ്റെ പാഠമാണ്. ശരിക്കും നോക്കുക. ആദ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് പറയുന്നത് അബുൽ ബഷറാണ്, മനുഷ്യന്മാരുടെയൊക്കെ ഉപ്പയാണ്. അവ്വലുൽ അംബിയാണ്, നബിമാരിലെ ഏറ്റവും ആദ്യത്തെ ആളാണ്.
ഫിൽ ജന്നത്തി, സ്വർഗത്തിലാണ് അള്ളാഹു ആദം നബി അലൈഹി ഇസ്ലാമിനെ പടച്ചത്. പിന്നെ ഇവിടെ കണ്ടില്ലേ, മുഅല്ലിമും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഉസ്താദാണ്, മുദരിസാണ്, പഠിപ്പിക്കുന്ന ആളാണ്. ഖലീഫത്തുൻ ഫിൽ അർള്, ഭൂമിയിലെ പ്രതിനിധിയാണ്, ഖലീഫയാണ്. ഹവ്വ ആരാണ്? ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ വൈഫാണ്, ഭാര്യയാണ് അല്ലേ. പിന്നെ സുജൂദു മലായിക്ക, മലക്കുകളുടെ സുജൂദ് കിട്ടിയ ആളാരാണ്? ആദം നബി അലൈഹി ഇസ്ലാമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയേക്കാം. അപ്പോൾ ഉത്തരത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ പറയുന്ന 3 കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? അവ്വലുൽ അംബിയ ആദം നബിയാണ്, അബുൽ ബഷർ ആദം നബിയാണ്, ഖലീഫത്തുൻ ഫിൽ അർള് ആദം നബിയാണ്. എന്നാൽ വുളു എന്നുള്ളത് നിസ്കാരത്തിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന വൃത്തിയാക്കലാണ് അല്ലേ. വുളു എന്നുള്ളത് നിസ്കാരത്തിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന വൃത്തിയാക്കലാണ്, ശുദ്ധിയാക്കലാണ്. അപ്പോൾ അതാണ് ഒറ്റപ്പെട്ടത്. ഇനി 5-മത്തത് ദുആഉൽ ഇഫ്തിതാഹ്. ദുആഉൽ ഇഫ്തിതാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കാണിച്ചു തരാം. ദുആഉൽ ഇഫ്തിതാഹ് ഇതാണ്, വജ്ജഹ് തോതലാണ്. നമ്മൾ നിസ്കാരത്തിലെ അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ അഊദ് ഓതുന്നതിന് മുമ്പ്, ഫാത്തിഹയും അഊദൊക്കെ ഓതുന്നതിന് മുമ്പ് ഓതുന്ന പിന്നെ ദുആ ആണ് എന്ത്? ദുആഉൽ ഇഫ്തിതാഹ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. നിങ്ങളിൽ ആരെങ്കിലും ഇത് കാണാതെ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചവരെന്താക്കുക? നിങ്ങളിൽ കാണാതെ പഠിച്ചവർ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് പിന്നെ ദുആഉൽ ഇഫ്തിതാഹ്. ഇപ്പോൾ ദുആഉൽ ഇഫ്തിതാഹ് എന്താണെന്ന് നമ്മൾ മനസ്സിലായി. ഇനി ഫീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൂറത്തിൻ്റെ പേരാണല്ലേ, ഒരു ഖുർആനിലെ ഒരു സൂറത്തിൻ്റെ പേരാണ് ഫജ്ർ. അത് നമ്മൾ വഹിബുൽ ഇസ്ലാം പഠിക്കുന്ന സൂറത്തുകളുടെ പേരാണ് അൽ ഫജ്ർ, അന്നാസ്, ഖുൽ അഊദു റബ്ബിന്നാസ് ഇല്ലേ, ആ സൂറത്താണ് സൂറത്തുന്നാസ്. അപ്പോൾ ഇത് 3 എന്താണ്? സൂറത്തുകളുടെ പേരാണ്. ഇത് നിസ്കാരത്തിൽ തുടക്കത്തിൽ ഓതുന്ന ദുആ ആണ്. അപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ടതാരാണ്? ദുആഉൽ ഇഫ്തിതാഹാണ്. ഇനി അടുത്ത് നോക്കുക 3 നുലാഹിൽ വനുറത്തിബു. ശരിക്കും നോക്കി മനസ്സിലാക്കിയിട്ട് ഇതിലേതാണ് ആദ്യം, 1ാമത് ഏതാണ്, 2 ഏതാണ്, 3ാമത്തേത് ഏതാണ്, 4 അങ്ങനെ ക്രമത്തിലാക്കിയിട്ട് നമ്പർ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്താക്കണം? അതിൻ്റെ പാഠം നമ്മൾ മനസ്സിലാക്കണം. പേജ് നമ്പർ 50 അതിൻ്റെ പാഠം. അപ്പോൾ 1ാമത്തെ കാര്യം എന്താണ്? ടാപ്പ് തുറന്നിട്ട് മുൻകൈ കഴുകലല്ലേ. പിന്നെ വായിലും മൂക്കിലും വെള്ളം കയറ്റി ചീറ്റൽ. പിന്നെ ഇത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത്, ഇത് വായിൽ വെള്ളം കയറ്റി ചീറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ? മുഖം കഴുകൽ. പിന്നെന്താ? കൈ മുട്ടുൾപ്പെടെ കഴുകൽ. പിന്നെ തല തടവൽ, പിന്നെ കാത് തടവൽ, പിന്നെ കാല് 2 ഞെരിയാണ് ഉൾപ്പെടെ കഴുകൽ. ഇതാണ് ഇതിൻ്റെ ഓർഡർ. അപ്പോൾ 1ാമത്തേത് ഇതിലേതാണ് നോക്കാം. 1ാമത്തേത് ഇത് അവിടെ തന്നെ ഉണ്ട്. 1ാമത്തേത് ഇവിടെ കണ്ടില്ലേ, 1ാമത്തേത് ഇത്. ഇനി 2ാമത്തേത് ഏതാ? വായിൽ വെള്ളം കയറ്റുക. വായിൽ വെള്ളം കയറ്റുന്നത് വായിൽ വെള്ളം കാറ്റുന്നില്ല, വായിൽ മൂക്കിൽ വെള്ളം കാറ്റുന്ന ഒന്നിച്ചിട്ടുള്ള പിക്ചറാണുള്ളത്. അപ്പോൾ ഇതിന് 2 നേടാം. 3ാമത്തേത് ഇത് കഴിഞ്ഞു. ഇനി ഇതാണ് 3ാമത്തേത്, മുഖം കഴുകൽ. മുഖം കഴുകൽ ഏതാ? ഇതാണല്ലേ 3ാമത്തേത് ഇത്. 4ാമത്തേത് ഏതാ? കൈ 2 മുട്ടുൾപ്പെടെ കഴുകൽ. അതേതാ? ഇവിടെ ഉണ്ടല്ലേ, നോക്കണേ. അപ്പോൾ ഇതാണ് 4ാമത്തേത്. 5ാമത്തേത് തല തടവലാണ്. ഇവിടെ കണ്ടില്ല തല തടവുന്നേ. 5ാമത്തേത് ഇതിനിടാം. 6ാമത്തേത് ചെവി തടവുന്നത്. അപ്പോൾ ഇതിലേതാ ചെവി തടവുന്നത്? ഇതാണല്ലേ 6. ഇനി ഏറ്റവും അവസാനത്തേത് കാല് കഴുകുന്നത്. അതേതാണ്? കാല് കഴുകുന്നത് ഏതാ? ഇതാണല്ലേ കാല്. അപ്പോൾ ഇതിന് 7 നേടാം. അപ്പോൾ ഇതാണ് നമ്മുടെ പിന്നെ ഓർഡർ. ഈ ഓർഡർ നമ്മൾ എന്താക്കുക? ഈ ചിത്രം നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളെ ഇഖ്തിബാറും തഹ്രീറിയും എഴുത്ത് പരീക്ഷ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മോഡൽ ഇങ്ങനെയാണ്. ഇനി ഇഖ്തിബാറും ഷഫഹിയാണ്, ഓറൽ എക്സാമാണ്. അപ്പോൾ അതിൻ്റെ മോഡൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4 നതദക്കറു വനഖൂലു.
വാഹിദ് ഫഖത്ത്. അപ്പോൾ ഇവിടെ ഓർമ്മിച്ചെടുത്തിട്ട്, അതായത് ഹിഫ്ലായി പഠിച്ചത് ഓർമ്മിച്ചെടുത്തിട്ട് നമ്മൾ എന്താക്കണം, പറയണം. ഇവിടെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അദ്വാഉ ബഅദൽ അദാനി വൽ ഇഖാമ, ബാങ്കിനും ഇഖാമത്തിനും ശേഷമുള്ള ദുആ ആണ്. പേജ് നമ്പർ 52 ബാങ്കിനും ഇഖാമത്തിനും ശേഷമുള്ള ദുആ വരുന്നുണ്ട്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമത്തി വസ്സലാത്തിൽ ഖായിമത്തി ആതി മുഹമ്മദനിൽ വസീലത്ത വൽ ഫളീല വദ്ദറജത റഫീഅത വബ്അത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. എല്ലാവരും കാണാതെ പഠിച്ചിട്ടുണ്ടാവല്ലേ? മാഷാ അല്ലാഹ്. കാണാതെ പഠിച്ചവർ അറിയിക്കണേ. ഇനി രണ്ടാമത്തെ ചോദ്യം, അദ്ദുആഉ ബഅദൽ വുളൂ, വുളൂവിന് ശേഷം, വുളൂ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ദുആ ഏതാണ്? അപ്പോൾ നമ്മളൊക്കെ വുളൂ എടുക്കുന്ന ആളുകളാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യാറുണ്ടല്ലേ? 51-ാമത്തെ പേജിലാണ് ആ ദുആ വരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീന വജഅൽനി മിൻ ഇബാദിക്കസ് സാലിഹീൻ. ഇത്രയാണ് നമ്മൾ പഠിക്കേണ്ടത്. പഠിച്ചിട്ട് നമ്മൾ ചൊല്ലിക്കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഏതെങ്കിലും ഒന്ന് മാത്രം എന്താക്കിയാൽ മതി, ചൊല്ലിക്കൊടുത്താൽ മതി. ഇനി ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ നാളെ വരണമെന്നില്ല, മാറ്റം ഉണ്ടാവും. അപ്പോൾ അതിലുള്ള ദുആയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഒന്ന് ഓർമ്മിച്ച് വെക്കുക, നേരത്തെ പഠിച്ചതാണല്ലോ. ഇനി അടുത്ത ചോദ്യം, നത്ലു വനസ്തഹ്സിനു, നല്ല ഈണത്തിൽ നല്ല വൃത്തിയിൽ എന്താക്കുക, ഓതി കൊടുക്കാനാണ് പറയുന്നത്. ഇവിടെ കാണാതെ ഓതണമെന്ന് പറയുന്നില്ല. ഇവിടെ നല്ല രീതിയിൽ നല്ല നിലക്ക് വൃത്തിക്ക് എന്താക്കുക, അക്ഷരസ്ഫുടതയോട് കൂടിയിട്ട് വ്യക്തമാക്കിയിട്ട് ഓതിക്കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ വസ്സമായി വത്താരിഖ് ആ സൂറത്ത് എന്താക്കുക, ദാത്തി റജ് വരെ ഓതിക്കൊടുക്കാനാണ് പറയുന്നത്. പിന്നെ 2 അബസ വത്തവല്ല എന്നുള്ളത് ഫ അൻത അൻഹു തലഹ വരെ ഓതിക്കൊടുക്കാൻ പറയുന്നുണ്ട്. പിന്നെ 3-ാമത്തത് വന്നാസിആത്തി അർഖ, അത് ഇന്ന ലമർദൂദൂന ഫിൽ ഹാഫിറ വരെ ഓതിക്കൊടുക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, അത് നല്ല വൃത്തിക്ക് ഖുർആൻ നമ്മൾ പിന്നെ നല്ലോണം ഓതി പ്രാക്ടീസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ ഖുർആൻ ഓതുവാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹ് നൽകട്ടെ. അടുത്ത ചോദ്യം നമ്പർ 6, നഖ്റഉ വനുക്മിലു, ഇത് പൂരിപ്പിച്ച് കൊടുക്കാനാണ്. ഇത് കാണാതെ ചെയ്യേണ്ട വർക്കാണ്. 3 എണ്ണം, ഇവിടെ 4 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതിൽ 3 എണ്ണമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തത് ലബ്ബൈക അല്ലാഹുമ്മ ഡാഷ് ലാ ശരീക ലക്, പേജ് നമ്പർ 68 ലബ്ബൈക അല്ലാഹുമ്മ വരുന്നുണ്ട്. പേജ് നമ്പർ 68 നോക്കാം, അടിഭാഗത്ത് കണ്ടില്ലേ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക് വൽ മുൽക്ക് ലാ ശരീക ലക്. ഇതാണ് നമ്മൾ ചൊല്ലിക്കൊടുക്കേണ്ടത്. ഇനി അടുത്തത് രണ്ടാമത് ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമൽ ഡാഷ് വഖ്തിഹ, പേജ് നമ്പർ 62 വരുന്നത്. നിസ്കാരത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഹദീസാണ്. അപ്പോൾ പേജ് നമ്പർ 62 ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. ഖാല അസ്സലാത്തു അല വഖ്തിഹ, എന്താണ്? നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ്, ഖളാ ആക്കാതെ നിസ്കരിക്കലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനി അടുത്തത് സ്വലാത്തുൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് നിസ്കരിക്കുക. ഒരു ഇമാമും പിന്നിൽ മഅ്മൂമായിട്ട് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ നിസ്കരിക്കലുണ്ടല്ലോ, അതേപോലെ ആരൊക്കെ ജമാഅത്ത് നിസ്കരിക്കലുണ്ട് എന്ന് പറയണേ. അപ്പോൾ സലാത്തുൽ ജമാ എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് സംഘടിച്ച് ജമാഅത്തായിട്ട് ഗ്രൂപ്പായിട്ട് നിസ്കരിക്കുന്നതിനാണ് സലാത്തുൽ ജമാ എന്ന് പറയുക. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഹദീസ് പേജ് നമ്പർ 57 നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കണ്ടോ സലാത്തുൽ ജമാ എന്നുള്ള പേജ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസാണ്, സലാത്തുൽ ജമാഅത്തി തുഫദ്ദിലു സലാത്തുൽ ഫദ്ദി ബി27 ദറജ. ജമാഅത്ത് നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമുണ്ട്, ശ്രേഷ്ഠതയുള്ളതാണ്.
ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി, സബഅൻ വഅശ്രീന ദറജ, 27 ഇരട്ടി ദറജ പ്രതിഫലമുള്ളതാണ് ഏത് നിസ്കാരം? ഒന്നിച്ച് നിസ്കരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ളുഹർ ഒറ്റക്ക് നിസ്കരിക്കുകയാണ്, ഇതിനേക്കാൾ നമുക്ക് കിട്ടുന്ന കൂലിയേക്കാൾ 27 ഇരട്ടി കൂലി കിട്ടും നമ്മുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഇമാമും മാമുമായിട്ട് നിസ്കരിക്കുന്നത്, അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് പള്ളിയിലെ ഉസ്താദിൻ്റെ കൂടെ നിസ്കരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഉമ്മാനെ ഇമാമാക്കിയിട്ട് ബേക്കിൽ നമ്മൾ നിന്നിട്ട് നിസ്കരിക്കുക, അല്ലെങ്കിൽ ഉപ്പാനെ ഇമാമാക്കിയിട്ട് ബേക്കിൽ നമ്മൾ നിന്ന് നിസ്കരിക്കുക. അപ്പോൾ അതൊക്കെ സ്വലാത്തുൽ ജമാഅത്താണ്, അതിനൊക്കെ വലിയ പ്രതിഫലമാണ്. ഇനി നാലാമത്തത് റബ്ബി ഔഫിർലി, അത് നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന ഒരു ദിക്റാണ്. എപ്പോഴാണ്? സുജൂദിൻ്റെ ഇടയിൽ നമ്മൾ ഇരിക്കൂലേ, ആ സമയത്ത് ചൊല്ലുന്ന ദിക്റാണ്. പേജ് നമ്പർ 56 നമ്മൾ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, കഴിഞ്ഞ വർഷങ്ങളൊക്കെ പഠിച്ചതാണ് ഇത്. അത് ആ പഠിച്ച ഭാഗത്തു നിന്നൊക്കെ നമ്മൾ ചോദ്യം വരുന്നുണ്ട്. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി, ഇതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, ഇനി അടുത്തത് 7 യതദക്കർ വനുക്മിലു. ഇതും ഹിഫ്ളാണ് കേട്ടോ, ഇത് ഹിഫ്ളാണ്. ഒന്നാമത്തെ ചോദ്യം റബ്ബനാ ലക്കൽ ഹംദു മിൽ അഡേഷ്. ഇത് നമ്മൾ സമിഅ അല്ലാഹു ലിമൻ, നിസ്കാരത്തിൽ സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞാൽ ചൊല്ലുന്ന ദിക്റാണ് കേട്ടോ. പേജ് നമ്പർ 55 ആ ദിക്ർ മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട്. റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർദ്. നമ്മളത്ര പഠിച്ചു വെക്കുക കേട്ടോ, ഒന്ന് ഓർമ്മിച്ച് മനസ്സിലാക്കി. ഇനി അടുത്തത് ഉസല്ലി ഫർള സുബ്ഹി. ഇത് നിസ്കാരത്തിൻ്റെ നിയ്യത്താണ്. പേജ് നമ്പർ 54 നമ്മൾ നിസ്കാരത്തിൻ്റെ നിയ്യത്തുകളെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. നിസ്കാരത്തിൻ്റെ നിയ്യത്തുകളെ കുറിച്ചിട്ട് അല്ലേ? ളുഹർ 4 റക്അത്താണ്, അസർ 4 റക്അത്താണ്, മഗ്രിബ് 3 റക്അത്താണ്, ഇശാ 4 റക്അത്താണ്, സുബ്ഹി 2 റക്അത്താണ്. അപ്പോൾ ഇതിന് 4 പറയുക? അൽ ളുഹറു 4 റക്അത്തിൻ, അൽ അസ്റു 4 റക്അത്ത്, അൽ മഗ്രിബ് 3 റക്അത്ത്, അൽ ഇശാ 4 റക്അത്ത്, അസ്സുബ്ഹ് റക്അത്തൈനി. അപ്പോൾ ഇവിടെ വർക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ നോട്ടിൽ 5 നിസ്കാരത്തിൻ്റെ നിയ്യത്ത് നിങ്ങളുടെ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും, അത് പഠിച്ചിട്ടുണ്ടാവും. എന്നിരുന്നാലും നിങ്ങൾക്ക് പിന്നെ ഞാൻ 3 നിയ്യത്തുകൾ കാണിച്ചു തരാം ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കാം, ഇതിപ്പോൾ സുബഹിൻ്റെ നിയ്യത്താണ് അല്ലേ? സുബഹിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ്? മുസല്ലി ഫർള സുബ്ഹി റകഅത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. സുബഹി എന്ന് പറഞ്ഞാൽ 2 റക്അത്താണ്, അതുകൊണ്ടാണ് വേറെ തന്നെ ഇത് കാണിക്കുന്നത് കേട്ടോ. ഇനി 4 റക്അത്തുള്ള ഒരു നിസ്കാരത്തിൽ, ളുഹർ നിസ്കാരത്തിൻ്റെ നിയ്യത്ത് നോക്കാം. ഉസല്ലി ഫർളൽ ളുഹരി 4 റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ഇനി 3 റക്അത്തുള്ള നിസ്കാരത്തിൻ്റെ നിയ്യത്ത് എങ്ങനെയാ വെക്കുക? 3 റക്അത്തുള്ള നിസ്കാരം ഏതാ? മഗ്രിബാണ് അല്ലേ? മഗ്രിബ് നിസ്കാരത്തിൻ്റെ നിയ്യത്ത് നോക്കാം. ഉസല്ലി ഫർളൽ മഗ്രിബ് 3 റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ഓക്കെ, അപ്പോൾ ഇത് 3 നിയ്യത്തുകൾ, 3 വ്യത്യസ്ത റക്അത്തുകളുള്ള. അപ്പോൾ ഇത് സുബഹി എന്ന് പറഞ്ഞാൽ 2 റക്അത്താണ്, റക്അത്തൈനി എന്ന് പറയും. ളുഹർ അതേപോലെ അസ്ർ ഇശാ 4 റക്അത്താണ്, 4 റക്അത്തുള്ളതിന് 4 റക്അത്ത് എന്ന് പറയും. പിന്നെ മഗ്രിബ് 3 റക്അത്താണ്, 3 റക്അത്തിന് 3 റക്അത്ത് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം. കാണുന്നില്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി 2 പാട്ടുകൾ പാടിക്കൊടുക്കാനാണ് കേട്ടോ പറയുന്നത്. നതദക്കർ വനൻഷിർ, ഓർമ്മിച്ച് പാടിക്കൊടുക്കണം, നോക്കിയിട്ടല്ല. ഇപ്പം 1-ന് 3 മാർക്കാണ്. ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ ചൊല്ലിക്കൊടുക്കേണ്ടത്. ഒന്നാമത്തെ ചോദ്യം ഏതാ? അഹ്സിൻ തുഹ്സിൻ യാ സാഹി. ആ പാട്ട് ഇതാണ് കേട്ടോ, അൽ ഇഹ്സാൻ എന്നുള്ള പാഠത്തിലുള്ള അഹ്സിൻ തുഹ്സൻ യാ സാഹി ഫജ്ഹദ് ജുഹദൻ ഫിസ് സുബ്ഹി അക്രിം തുക്റം ഫിൽ ഐനി അക്ബറ മിൻക ഫിസ് സിന്നി ഫർഹം തുർഹം ഫിൽ ബിർരി അസ്അറ മിൻക ഫിൽ ഉംരി ദുൽ ഇഹ്സാനി ഫിൽ ഖൈരി ഇൻദല്ലാഹിൽ ജബ്ബാരി. വളരെ നല്ല രസത്തിൽ പാടാൻ പറ്റുന്ന ഒരു പാട്ടാണിത്. അപ്പോൾ ആ കംപ്ലീറ്റ് പാട്ട് ഓതി കൊടുക്കാനാണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയേക്കുക. രണ്ടാമത്തത്
നവ്യറുൽ ഖുലൂബ്, അത് പേജ് നമ്പർ 38 വന്ന ഒരു പാട്ടാണ്, പേജ് നമ്പർ 38. അപ്പോൾ ഇതാണ് അൽ ഈമാൻ എന്നുള്ള പാട്ടാണ് കേട്ടോ. നവ്യറുൽ ഖുലൂബ ബിൽ ഈമാനി തീബ എന്നുള്ള പാട്ടാണ്. അത് ഞാൻ പാടുന്നില്ല, ഇൻഷാ അല്ലാഹ് ആ പാട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വഹിബുൽ ഇസ്ലാം A+1 വഹിബുൽ ഇസ്ലാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇവിടെ കഴിഞ്ഞ് അൽഹംദുലില്ലാഹ്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതും കേട്ടതൊക്കെ അല്ലാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നാഫിയായ ഇൽമാക്കി അല്ലാഹു മാറ്റി തരട്ടെ. നമ്മുടെ പരീക്ഷകളിലും മറ്റും എല്ലാ മത്സരങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൻ്റെ അഖില നിഖില മേഖലകളിലും അല്ലാഹു തആല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.